മൂന്നാം ലോക മഹായുദ്ധം എന്ന ആശങ്കയുടെ മുൻപിലാണ് കുറെ കാലമായി ലോകം. അത് യുക്രൈനിലോ ഗാസയിലോ ആയിരിക്കും തുടങ്ങുന്നത് എന്ന് പോലും ആശങ്ക ഉയർന്നു വന്നിരുന്നു. പിന്നീട് ഇസ്രായേൽ ആക്രമണം ലെബനിലേക്ക് വ്യാപിച്ചപ്പോൾ അവിടെ ആവുമെന്നാണ് തോന്നിയത്, അല്ലെങ്കിൽ ഇറാനിലാവുമെന്നും കരുതിയവരുണ്ട്. പക്ഷെ എല്ലാവർക്കും തെറ്റിയെന്ന് തോന്നുന്നു. സിറിയയിൽ അപ്രതീക്ഷിതമായി പുനരാരംഭിച്ച യുദ്ധം ഇപ്പോൾ തന്നെ ഒരു മിനി ലോകയുദ്ധമാണ്. അത് പൂർണ്ണതോതിലുള്ള ലോകയുദ്ധമാകാനുള്ള സാധ്യത വളരെ കൂടുതലാവുകയുമാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും യുദ്ധക്കുതിയന്മാർ ഉറക്കമെണീറ്റത് ഒരാഴ്ച മുമ്പാണ്. വിമതസേനകൾ നടത്തിയ മിന്നലാക്രമണത്തിൽ അവർ സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലേപ്പോ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ തുടർച്ചയായ മുന്നേറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നിരവധി ചെറുപട്ടണങ്ങൾ പിടിച്ചെടുത്ത അവർ തലസ്ഥാനമായ ഡമാസ്കസിലേക്കുള്ള പടയോട്ടത്തിലേക്കാണ്. അവിടെ നിന്നും 200 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹമാ നഗരത്തെ അവർ മിക്കവാറും വളഞ്ഞിരിക്കുകയാണ്. അലേപ്പോ വീണപ്പോൾ മുതൽ റഷ്യൻ സിറിയൻ പോർ വിമാനങ്ങൾ വിമത കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കാൻ തുടങ്ങിയെങ്കിലും വിമത പോരാളികൾ തളരാതെ കുതിക്കുകയാണ്. ഇതിനിടെ ഇസ്രായേലും കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന നേതാവിനെ സിറിയയിൽ വെച്ച് വധിച്ചിരുന്നു. വിമത സേനകളെ സഹായിക്കാൻ യുക്രൈന്റെ പരിശീലകർ രംഗത്തിറങ്ങി എന്ന് 2 ദിവസം മുമ്പ് റഷ്യ ആരോപിക്കുകയും ചെയ്തു. അതായത് യുക്രൈനെതിരെ യുദ്ധത്തിൽ വലിയ മേൽക്കൈ നേടിയ റഷ്യ കൂടുതൽ തളർത്തി അവരുടെ പട്ടാളത്തിന്റെ ദൗർബല്യം മുതലെടുക്കാൻ ഇസ്രായേലും മറ്റ് പാശ്ചാത്യ ശക്തികളും അമേരിക്കയും തീരുമാനിച്ചെന്നാണ് ന്യായമായും സംശയിക്കാൻ സാധിക്കുന്നത്. വിമത സൈന്യങ്ങളുടെ കയ്യിൽ ഇത്രയധികം കവചിത വാഹനങ്ങളും ടാങ്കുകളും മിസൈലുകളും പടക്കോപ്പുകളും സജ്ജീകരണങ്ങളും ഒക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. റഷ്യയും ഇറാനും ക്ഷീണിച്ചവശരായ നേരത്ത് അവരെ ഒതുക്കാനുള്ള ശ്രമമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തുന്നത്. ഇനിയും എന്തെല്ലാം കളികൾ ലോകം കാണാനിരിക്കുന്നു. സിറിയയിൽ നേരിട്ടും അല്ലാതെയും പടപൊരുത്തുന്നത് എത്ര രാജ്യങ്ങളാണ് എന്ന് നോക്കുക. സിറിയയുടെ ഭൂരിഭാഗവും അധീനതയിലുള്ള പ്രസിഡന്റ് ബഷാർ അൽ അസാദ് നയിക്കുന്ന ഔദ്യോഗിക ഭരണകൂടമാണ് ഒരു ഭാഗത്ത്. അദ്ദേഹത്തെ സഹായിക്കാൻ ഇറാനുമുണ്ട്. ഇറാന്റെ പ്രാക്സികളായ ഹിസ്ബുള്ളയും ഇറാഖിലെ മിലീഷ്യകളും ഇതിനെല്ലാം പുറമെ റഷ്യയുമുണ്ട്. സിറിയയിൽ റഷ്യക്ക് നിരവധി സൈനിക താവളങ്ങളുണ്ട്. 70,000 വരുന്ന സൈനികരുണ്ട്. ഇതിൽ 10,000-ലധികം പേർ റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന അതിവിദഗ്ധ പോരാളികളാണ്. മറുവിഭാഗത്ത് വിമത സേനകളാണ്. അമേരിക്കയുടെയും തുർക്കിയുടെയും ചില ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള സായുധ സംഘടനകൾ. ഇവരിൽ പ്രധാനി ഹയാ തഹരി അൽ ഷാം എന്ന സംഘടനയാണ്. മുമ്പ് അൽ ഖൈദയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന അൽ നുസ്ര സഖ്യം പരിണമിച്ചാണ് ഈ സൈന്യം വന്നിരിക്കുന്നത്. HTS പിന്നീട് അൽ ഖൈദയുമുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. അമേരിക്ക പിന്തുണയ്ക്കുന്നത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന കുർദിഷ് പോരാളികളുടെ ഗ്രൂപ്പിനെയാണ്. ഭീകരവാദികളായ ISISനെ ചെറുക്കാനെന്ന പേരിൽ വടക്കൻ സിറിയയിൽ സ്വന്തം താവളം അമേരിക്കയ്ക്കുണ്ട്. തുർക്കി പിന്തുണയ്ക്കുന്നത് ഫ്രീ സിറിയൻ ആർമി എന്ന FSAയും തുർക്കി പട്ടാളം ISISനെതിരെ മാത്രമല്ല സിറിയയിലെ കുർദ് വംശജർക്കെതിരെയും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ടുണീഷ്യ ഈജിപ്ത് സർക്കാരുകളുടെ കടപൊഴുകിയ 2011 അറബ് വസന്തത്തിൽ അസാദ് നയിക്കുന്ന സിറിയൻ സർക്കാരും നിലംപതിക്കുമെന്ന് തോന്നിച്ചതാണ്. അതിനുള്ള പാശ്ചാത്യ നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും പ്രതിഫലിച്ചിട്ടില്ല. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും പിന്തുണയോടെ 2015 വരെ ആസാദ് പിടിച്ചു നിന്നു. ഏത് നിമിഷവും സർക്കാർ വീഴും എന്ന് തോന്നിയ സമയത്താണ് റഷ്യ ഇടപെട്ടിരിക്കുന്നത്. അതോടെ കളി മാറി. വിമതർ ഇപ്പോൾ അലേപ്പോ പിടിച്ചതുപോലെ 2015 സിറിയൻ സർക്കാരിന്റെ അതിജീവന പോരാട്ടത്തിൽ നിർണായകമായത് അവർക്ക് ഇതേ നഗരം പിടിച്ചെടുത്തതിലൂടെയാണ്. റഷ്യൻ ആയുധങ്ങളും പോർ വിമാനങ്ങളും വിമതരെ തുരത്തി ഓടിച്ചു. പതുക്കെ സിറിയൻ സർക്കാർ ശക്തി വീണ്ടെടുത്തു. 2019 ഇരു കൂട്ടരും തമ്മിൽ സന്ധി സ്ഥാപിച്ചു. തന്താങ്ങളുടെ മേഖലയിൽ നിയന്ത്രണവുമായി സർക്കാരും വിമതരും. രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് ഇഡ്ലിബ് കേന്ദ്രീകരിച്ചാണ് വിമതർ. എല്ലാം ശാന്തമായി തുടരുന്ന സമയത്താണ് തണുത്തുറഞ്ഞ തടാകത്തിൽ തീ പിടിക്കും പോലെ അന്തരീക്ഷത്ത് വെടിയൊച്ചയും നിലവിളിയും തീയും പുകയും വന്നു നിറഞ്ഞത്. ഒരാഴ്ചക്കകം നാടുവിട്ടോടിയത് 1.5 ലക്ഷം ആളുകളാണ്. മധ്യപൂർവേഷ്യയിൽ പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയുമൊക്കെ നേരിട്ട് ഇടപെടുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനും ഭീകരവാദികളെ തകർക്കാനുമാണ് എന്നൊക്കെ പറയുമെങ്കിലും പ്രധാന കാരണങ്ങൾ 2 ആണ്. 1, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ചുളിവിൽ സ്വന്തമാക്കുക. 2, ഭൗമരാഷ്ട്രങ്ങൾക്കിടയിൽ മുൻതൂക്കം നേടുക. 2018 കണക്കുകൾ പ്രകാരം സിറിയയ്ക്ക് 250 കോടി ബാരൽ എണ്ണയുടെ കരുതൽ ശേഖരമുണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗവും വിമത നിയന്ത്രിത മേഖലയിലാണ്. ISISന്റെ മുഖ്യ വരുമാനവും എണ്ണ വിൽപ്പന തന്നെയായിരുന്നു. അവരുടെ പതനത്തിന് ശേഷം എണ്ണപ്പാടങ്ങൾ കുർദ് സേനയായ SDFന്റെ കയ്യിലായിരുന്നു. ഒരു അമേരിക്കൻ കമ്പനി ഈ കുർദ് സേനയുമായി എണ്ണ വിൽപ്പനയ്ക്ക് കരാറുമുണ്ടാക്കി. അതിനുശേഷം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ശക്തമാകാനും തുടങ്ങി. ഇനി എന്തെല്ലാം കാണുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.
നന്ദി.